ഇപ്പം ഞാനിരിക്കുന്നത് നമ്മുടെ മമ്മൂക്ക ജനിച്ചു വളർന്ന തറവാടിൻ്റെ തിണ്ണയിലാണ്. ഒരുപക്ഷെ അദ്ദേഹമൊക്കെ ഇരുന്നിട്ടുള്ള ഒരു തിണ്ണയായിരിക്കും കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ഓടി നടന്ന ആ വരാന്തയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ശരിക്കും ആ ഒരു നൊസ്റ്റാൾജിക് എന്താ പറയണ ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട് ഇവിടെ. കാര്യം അദ്ദേഹം ജനിച്ച, അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സമയം ചെലവഴിച്ച, അദ്ദേഹം ഓടിക്കളിച്ച ആ വീട്ടിൻ്റെ തിണ്ണയിൽ ഇരിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി. അപ്പം ആ ഒരു നിമിഷമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. വളർന്ന പുള്ളി സ്കൂളിൽ പഠിച്ച്, പിന്നെ സ്കൂളിൽ പഠിച്ച് ഇവിടെ ഇവിടെ നിന്ന് മാറിയതാണ്. ഇത് കൊച്ചാപ്പട വീട്, ഇത് തറവാടാണ്, നമ്മുടെ തറവാട് തന്നെ. പക്ഷെ കൊച്ചാപ്പട ജനിച്ച വീട് അവരെ ഇവിടെ മാറിയതാണ് മുത്താപ്പ. ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ തന്നെയാണല്ലേ? കല്യാണമൊക്കെ നടന്നതാണ്. കുറച്ച് മെച്ചൂറായി കഴിഞ്ഞപ്പോ അങ്ങോട്ട് പോകും. കല്യാണം സിനിമയിൽ കയറുന്നുണ്ടായിരുന്നു, കല്യാണമൊക്കെ സിനിമയിൽ കയറുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഇവിടെ വരുമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് വരുമായിരുന്നു. ഭാര്യയും ഭർത്താവും പഴയ കളിക്കൂട്ടുകാരനാണോ? അത് ഇവിടെ അപ്പുക്കളി എന്ന് പറഞ്ഞാൽ ഉള്ളിക്കറിയാൻ പോയിട്ട്, പിന്നെ ഇവിടുത്തെ ഇതിനും അറിയാം, അപ്പുഷൻ ചേട്ടൻ അറിയാം, ജനിച്ചു വന്നൊക്കെ അറിയാം. പഠിച്ചത് ഇതാ സ്കൂള്, പിന്നെ കൂട്ടുമ്മ സ്കൂളാണ്. പിന്നെ ആർക്കഞ്ഞ് പുള്ളി ഓരോ ഇതിനൊക്കെ കണക്കായിരുന്നു. ഇബ്രാഹിംകുട്ടി വന്ന് പറഞ്ഞ അറിവേ ഞങ്ങൾക്ക് ഉള്ളു ഇവിടെ. ഇപ്പൊ അവിടെ ഇരുന്നിരുന്ന് പഠിച്ചതെന്ന് പറഞ്ഞു, അവിടെ ഇരുന്ന് പഠിച്ച അതൊക്കെ ഞങ്ങൾ കേട്ടണെന്നോട് പറഞ്ഞതാ. ഈ വീടിനകത്താണ് പുള്ളിനെ പ്രസവിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിലെ പറയാം ഇവിടെ ജനിച്ചു വളർന്നു, ജനിച്ചു പറഞ്ഞത് ആ പഠിച്ചത് ആ ഭാരത്തിലാണ്. ഈ വാതിലിന്റെ അറ്റത്തെ വാതിൽ, ഈ ഇടത്തെ സൈഡില്, ഇത് അടുക്കത്തെ വാതില, അടുത്ത അറ്റത്തെ വാതിൽ, അതിലാണ് പുള്ളി പഠിച്ചത്. അവിടെ ഒരു മേശ പോലെ ഉണ്ട്, അവിടെയാണ് പഠിച്ചതൊക്കെ പുള്ളി, അവിടെയാണ് പഠിച്ചത്. ഇത് ചാവിടിയാണ്, അത് കാണിച്ചു കൊടുത്തത്. ഇത് എത്ര സെന്റ് ഉണ്ട്? അതൊന്നും അറിയാൻ ഇത് വിൽക്കാണ്ടിരിക്കാണ്. ഇത് കൊച്ചാപ്പാട് സ്ഥലല്ലേ, വീതം വെച്ചതല്ലേ മോനെ? മമ്മൂട്ടിയുടെ വീട് വിറ്റി, അത് വിറ്റ് വീതം വെച്ചതല്ലേ, അത് വിറ്റ് അവിടെ ഇപ്പൊ 3-4 വീട് വേറെ വന്നല്ലോ, അത് വിറ്റ്. ഇത് വീതം വെച്ചത് മമ്മൂട്ടിയുടെ കൊച്ചാപ്പാട് സ്ഥലം. ഇത് ജനിച്ച് വളർന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ, അവര് അവിടെ ആ ഒരു ഇത് മാത്രമേ. ഇവിടെ ഇതിലാണ് മമ്മൂക്ക ഇരുന്ന് പഠിച്ചെന്ന് പറയുന്ന. ഈ ഒരു ചായ്പിലിരുന്നാണ് അദ്ദേഹം പഠിക്കുകയും ചെയ്തത്. ആ പഴയ മേശയൊക്കെയാണ് ഈ കിടക്കണമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞത് പഴയ ബെഞ്ചും അതേപോലെ തന്നെ മേശയൊക്കെയാണിത്. മൊത്തം കാട് പിടിച്ച് കിടക്കുക. ഇത് അവരുടെ ചായ്പാണ് പഴയ. ഫുള്ള് അടച്ചു വിട്ടിട്ടിരിക്കുകയാണ്. ഇതുപോലെ പാമ്പൊക്കെ കയറിയിട്ടുണ്ടാകുന്നുള്ളത് ആർക്കറിയാം. പഴയ ഷീറ്റൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പഴയ ഷീറ്റൊന്നും ആയിരിക്കല്ലോ ഇത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിപ്പം മമ്മൂക്കയുടെ ആ ജനിച്ചു വളർന്ന വീടിൻ്റെ തിണ്ണയിലാണ്, വരാന്തയിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.